ഞാൻ നിങ്ങളുടെ ജോൺസൺ വർഗി. ഞാനിപ്പോൾ ഉള്ളത് തലവലപ്പറമ്പ് സെൻറ്റ് ജോർജ് സ്കൂളിലാണ്. അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. കലവറ എന്ന പേരിൽ കുട്ടികൾ ഉണ്ടാക്കിയ വിഭവങ്ങളുടെ ഒരു പ്രദർശനവും വിപണനവും ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ഫുഡ് ഫെസ്റ്റാണ് തലവലപ്പറമ്പിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ ആളുകളാണ് ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റ് കാണുവാനും രുചികരമായ ഭക്ഷണ സാധനങ്ങൾ രുചിക്കുവാനുമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. Organization of the United Nations way back in 1979 to raise awareness about hunger, healthy eating and the importance of food in our life. Food is a basic human right. Everyone deserves access to safe, healthy and enough food to live a good life. Let's use this day to celebrate food, not just what on our plates, but what it means for our health and our future. Happy Food Day, everyone. And now, it is time for a very special moment to officially inaugurate our Food Day celebration. We have a beautiful gesture lined up. Let me invite Joanna, a student of class 5, to present a symbolic plate of food to our respected and beloved our school manager, Father Dr. Benny John Marambarapil, as a token of gratitude and respect. Good morning, everybody. Good morning. Hi. Hello. Yes, this is a great day indeed. നമ്മുടെ ഫുഡ് ഫെസ്റ്റിവൽ ആണെന്ന്. വെയിലത്ത് നിൽക്കുന്നവരെ അല്പം തണലത്തേക്ക് ഒതുങ്ങി നിന്നോളൂ. നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇന്നത്തെ ദിവസം വളരെ കളർഫുൾ ആണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ സ്വീറ്റ് ആണ്. ശാസ്ത്രം ഒരുപാട് വളർന്നു. കമ്പ്യൂട്ടർ AI വന്നതോടുകൂടെ പണി ഒരുപാട് കുറഞ്ഞു. പക്ഷേ നമുക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം, വായു വേണം, ഭക്ഷണം വേണം. ഇതില്ലാതെ ജീവിക്കാൻ വയ്യ. അതുകൊണ്ട് ഭക്ഷണത്തിന് പകരമായിട്ടൊന്നുമില്ല. AI ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഫുഡ് ഈസ് എ ബേസിക് നെസസിറ്റി. എല്ലാവർക്കും എല്ലായിടത്തും ആരോഗ്യമുള്ള രുചികരമായ ഭക്ഷണം. എല്ലാവർക്കും എല്ലായിടത്തും ആരോഗ്യമുള്ള രുചികരമായ ഭക്ഷണം കിട്ടണം. ഇന്ന് സെന്റ് ജോർജ് സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഒന്ന് ചേർന്ന് കലവറ എന്ന പേരിൽ അതിസുന്ദരമായ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഒരുക്കുകയാണ്. This is really wonderful, really surprising. I congratulate the headmistress and all the teachers and all the students and all the leaders for organizing today's wonderful program. So congratulations to all of you. ഇന്നത്തെ കുട്ടി ഷെഫുമാർ ഒരുപാട് പേരുണ്ട്. You look so awesome, so beautiful, so wonderful. So congratulations everybody, and on behalf of the management, I congratulate each and every one of you for this wonderful achievement. Congratulations. നമ്മുടെ PTA പ്രസിഡന്റ് ഒരു വാക്ക് സംസാരിക്കും. ഈ ഫുഡ് ഫെസ്റ്റിവലിന് എല്ലാവിധത്തിലുള്ള നന്മകളും ഇതിനുവേണ്ടി തയ്യാറായി വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു. എന്ന് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലായി. കുട്ടികളെല്ലാം വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിൽ ഭംഗിയായി കാര്യങ്ങൾ പോയിട്ടുണ്ട്.
അപ്പോൾ ഇത് കുറച്ചുകൂടി വിജയമാകണമെങ്കിൽ കുറച്ചുകൂടി സഹകരണം ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ച് വൻ വിജയമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ ക്ലാസ് റൂമിലെ വിരസമായ ദിവസങ്ങളിൽ നിന്ന് നമുക്കൊരു നല്ല സജീവമായ ഒരു അവസരം കൂടിയാണ്. ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
ഇതിന്റെ പേരെന്ന് പറഞ്ഞേ. ഇത് എന്നാ സാധനം? ഉണ്ണിയപ്പാണോ? ഇതാരാ ഉണ്ടാക്കിയ? അമ്മയാണോ? ആഹാ. ഒച്ച പറഞ്ഞേ. എൽഫ. ഇതെന്നാ ഐറ്റം? ഉണ്ണിയപ്പാണോ അതെ നെയ്യപ്പാണോ? ഇത് പറഞ്ഞേ. ഒച്ച പറഞ്ഞേ. ആ ഒച്ച പറഞ്ഞേ. മോളുടെയോ? ഇതല്ലേ ഇത്? പായസാണോ? അവല്. ആ ഒച്ചനെ കൊണ്ടുവന്നേക്കണേ. മോളോ? മോളുടെ പേര് പറഞ്ഞേ. മോന്റെ പേര് പറഞ്ഞടാ. പേരെന്ന് പറഞ്ഞേ. ഒച്ച പറഞ്ഞേ. ഇതിന്റെ കട്ട്ലൈറ്റ് ആണോടാ? മോളുടെ പേര് പറഞ്ഞേ. എന്നെ കൊണ്ടുവന്നേക്കണേ. കപ്പയും മീൻകറി. നിങ്ങളോ? ബിരിയാണി. എന്നാ ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. മോളുടെ പേര് പറഞ്ഞേ. എന്നെ കൊണ്ടുവന്നേക്കണേ. പേര് പറഞ്ഞേ. എന്നെ കൊണ്ടുവന്നേക്കണേ. ഗുലാബ് ജാം. എന്നെ കൊണ്ടുവന്നേക്കണേ. പായസം. എന്നാ പായസം അത്? പാലട. മോളുടെ പേര് പറഞ്ഞേ. അബിക. എന്നാ കൊണ്ടുവന്നേക്കണേ. ചിക്കൻ ഫ്രൈ. ഇത് അച്ചാർ ഐറ്റംസ് അല്ലേ? എന്നൊക്കെ അച്ചാറുണ്ട്? ഉപ്പിലിട്ട ഐറ്റംസ്. ആ എന്നൊക്കെയുണ്ട് അത്? ആ കോളിഫ്ലവർ. കപ്പ. ഉണ്ണിയപ്പം. ഗുലാബ് ജാം. ചിക്കൻ ഫ്രൈയും സേമിയ പായസം അല്ലേ? കപ്പ. കപ്പയ്ക്ക് കറി തന്നെ ഉള്ളേ? കറി ഒന്നുമില്ല. മോനെന്നാ കൊണ്ടുവന്നേക്കണേ?
ചിക്കൻ ഫ്രൈ. ഇതും ചിക്കൻ ഫ്രൈ തന്നെ. ഇതിൻ്റെ ഐറ്റം ചോക്ലേറ്റ് ബനാന കേക്ക്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേ. ലോയിഡ്. ചിക്കൻ ഫ്രൈ അല്ലേ? ചില്ലി ചിക്കൻ. ഉണ്ണിയപ്പം. കേക്ക്. പേരെന്ന് പറഞ്ഞേ. ഇബ്രാഹിം. ഇബ്രാഹിം. നീ എന്നെ കൊണ്ടുവന്നാക്കണേ. പാസ്ത. എന്റെ പേര് പറഞ്ഞേ. ഇഷ്നാൻ. എന്നെ കൊണ്ടുവന്നാക്കണേ. പായസം. എന്നെ പായസം കൊണ്ടുവന്നാക്കണേ. സേമിയം. മോന്റെ പേര് പറഞ്ഞേ. മനെന്നെ കൊണ്ടുവന്നാക്കണേ. ഉണ്ണിയപ്പം. ബിരിയാണി. മോളുടെ പേരെന്ന് പറഞ്ഞേ. ഒച്ച പറഞ്ഞേ. മോളുടെ പേരെന്ന് പറഞ്ഞേ. കൊച്ചിന്റെ പേരെന്ന് പറഞ്ഞേ. ആദില്. ആദില്. കൊച്ചിനെ കൊണ്ടുവന്നേക്കണേ. കപ്പ. 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 പേരെന്ന് പറഞ്ഞേ. നെൽവി. ഇതിനെ കൊണ്ടുവന്നേക്കണേ. ഉപ്പിലിട്ട വാങ്ങ. ഇതെന്നാ അത്? ആ കൊച്ചിനെ കൊണ്ടുവന്നേക്കണേ. എന്നെ കൊണ്ടുവന്നേക്കണേ. കസ്റ്റാർഡ്. എത്രയിലാ പഠിക്കണേ? 5. മോനെ കൊണ്ടുവന്നേക്കണേ. ക്യാരറ്റ് കലുവായ. ഇതോ ചിക്കൻ ഫ്രൈ. എത്രയിലാ പഠിക്കണേ? മോളുടെ പേരെന്ന് പറഞ്ഞേ. സിയാന. എത്രയിലാ പഠിക്കണേ? 6. പേര് പറഞ്ഞേ. അമ്മതി. മോനെ കൊണ്ടുവന്നേക്കണേ. അടപ്രഥമൻ.
എന്തിന്റെ കട്ട്ലേറ്റാ? എന്ത് കട്ട്ലേറ്റാ? ചിക്കൻ കട്ട്ലേറ്റ്. ആ ഇത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. കൊച്ചിന്റെ പേര് പറഞ്ഞേ. പേര് പറഞ്ഞേ. എത്രയിലാ പഠിക്കണേ? എന്ന് പറഞ്ഞേ. പേര് ദിയ. ലിയ. ദിയ. ദിയ. ഇത് 6ാം ക്ലാസ്സിലെ പിള്ളേരാണ്. 6ാം ക്ലാസ്സിലെ പിള്ളേർ. കൊച്ചിന്റെ പേരെന്ന് പറഞ്ഞു. സാറ. എത്രയിലാ പഠിക്കണേ? 4ാം ക്ലാസ്സിൽ. മോളുടെയോ? സിയ. കൊച്ചിന്റെ കൊണ്ടുവന്ന സേമിയ പായസമാണോ? അടപ്രഥമൻ. അടപ്രഥമൻ കഴിച്ചു വന്നിട്ട്. കപ്പയും കാന്താരി. അബ്ദുൾ റഹ്മാൻ. ചിക്കൻ ബിരിയാണി അല്ലേ? ബ്രെഡ് സാൻഡ്വിച്ച്. ഉണ്ണിയപ്പം. ആഹാ, പായസക്കാരാണല്ലോ അത്. എന്നാ പൈസ? സേമിയ പായസം. പപ്പായ ഹൽവയാണോ? മോളുടെ പേരെന്ന് പറഞ്ഞേ. എന്നെ കൊണ്ടുവന്നങ്ങനെ ഉണ്ണിയപ്പാണോ? മോളുടെ പേര് പറഞ്ഞേ. എന്നെ കൊണ്ടുവന്നേക്കണേ. ഒരു വെറൈറ്റി അനുഭവമാണ്. കാരണം ഫുഡ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾ ഇത്ര വിപുല സമൃദ്ധമായ രുചികരമായ ഒരു ഫുഡ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര ഗംഭീരമായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ഫുഡാണ്. ഇതിൻ്റെ പ്രൈസ് വളരെ നോർമലാണ്. ഏത് കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും ഏത് തരത്തിലുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. പരിപാടിയെല്ലാം നല്ല ഭംഗിയായിരുന്നു. പിള്ളേരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചു. കുട്ടികളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ലതാണ്. അമ്മമാരുടെ സഹകരണം കൂടെ കൂടിയാണ് നല്ലൊരു രീതി
അടിപൊളി ഭക്ഷണങ്ങളല്ലേ? നല്ല അടിപൊളിയായിരുന്നു. നല്ല ഭക്ഷണങ്ങളായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മമാരുണ്ടാക്കി കൊടുത്തു ഭക്ഷണങ്ങളാണ്. നമ്മൾ സെൻറ് ജോർജ് സ്കൂളിന് ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ ഞങ്ങൾ ഇത്രയും നല്ലൊരു പരിപാടി ആയിരിക്കും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് ഞങ്ങൾ ഒത്തിരി മാതാപിതാക്കളോടും കുട്ടികളോടും ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു വൻ വിജയമാക്കി തീർത്തു. എല്ലാ പിള്ളേരുടെയും പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. രുചികരമായ ഭക്ഷണം, വെറൈറ്റി ഫുഡുകൾ, അത് നമുക്കിവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയാം. അപ്പോൾ പിള്ളേർ നല്ല ഭംഗിപൂർവ്വം അത് പങ്കെടുത്ത് അതിന്റെ ഒപ്പം മാതാപിതാക്കൾ സഹകരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം. പിള്ളേർ മുതൽ മുതിർന്ന പിള്ളേർ വരെ എല്ലാത്തരം ഫുഡുകൾ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. രുചികരമായ ഭക്ഷണം എല്ലാവരും അത് നന്നായി വേണ്ടോളം ആസ്വദിച്ചു. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ സ്കൂളിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയും. മലപ്പുറം സെന്റ് ജോർജ് സ്കൂളിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റ് ആണെന്നും കലവറ എന്നാണ് നമ്മൾ ഫുഡ് ഫെസ്റ്റിന് പേരിട്ടത്. വളരെ മനോഹരമായ രീതിയിൽ ഫുഡ് ഫെസ്റ്റ് നമ്മൾ വിചാരിച്ചതിലും അപ്പുറമായിട്ട് പേരൻസും ടീച്ചേഴ്സും നാട്ടുകാരും എല്ലാവരും വന്ന് സഹകരിച്ച് നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ഇത്ര മനോഹരമാക്കി തീർന്ന് കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് വിവിധതരം ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരികയും അത് പ്രദർശിപ്പിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്തു. വളരെ മനോഹരമാക്കി ഇന്നത്തെ ദിവസം മനോഹരമാക്കി തീർത്തതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. പായസം കുടിച്ചാ? ഞാൻ ആശാ വി ജോസഫ്, സെന്റ് ജോർജ് സ്കൂൾ ഹെഡ് മിസ്ട്രസ്, സെന്റ് ജോർജ് സ്കൂൾ തലയോലപ്പറമ്പ്. വേൾഡ് ഫുഡ് ഡേയോടനുബന്ധിച്ച് ഞങ്ങൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിലെ കുട്ടികളെല്ലാവരും വളരെയധികം നന്നായി സഹകരിച്ചു. ഇതിലെ ഏറ്റവും ആകർഷകമായ കാര്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ, അതായത് ഏറ്റവും കൂടുതൽ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. അതിന് ഏറ്റവും രുചികരമായ ഫുഡ് തരിക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ കുട്ടികളുടെ സഹകരണം നല്ലപോലെ ഉണ്ടായി. ടീച്ചേഴ്സ് വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അങ്ങനെ ഇതൊരു വലിയ വിജയമായി തീർന്നു. ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് സെന്റ് ജോർജ് സ്കൂളില് ഫുഡ് ഫെസ്റ്റിന് കുടിക്കാതെ ഇട്ടേക്കാനാണ്. സർബത്ത്, ബൂസ്റ്റിലിക്ക്, ഹോളിസൂലിക്ക്, കോൾഡ് കോഫി, ഷാർജ ഷേക്ക്, സോഡ ലൈമ്, ഗുലാബ് ജാം എല്ലാം ഉണ്ട്. ഹായ്. പായസമൊക്കെ മേടിച്ച് കഴിച്ചോ? എങ്ങനെയുണ്ട്? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫുഡാണല്ലേ? ആരാ ഉണ്ടാക്കി തന്നെ? അമ്മമാര്. നിങ്ങളിവിടെ കൊടുത്തത് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലേ? അപ്പൊ ചീഫ് ഷെഫ് എന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? അമ്മ സഹായിച്ചില്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കേട്ടോ, ഞങ്ങളുടെ നീ കഴിച്ചോ? ഇന്ന് കഴിച്ചോ? ഞാൻ കഴിച്ചോ? അപ്പൊ കഴിച്ചു.
നല്ലതാണ് എന്തായാലും. അല്ലേ? നല്ലതായിരുന്നു. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ അവിടുന്ന്? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് അവിടുത്തെ? അടിപൊളി പരിപാടിയാണല്ലേ? ഫുഡൊക്കെ മേടിച്ചോ? പായസമൊക്കെ മേടിച്ച് കഴിച്ചോ നിങ്ങൾ? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. ഐസ്ക്രീമോ? അതെയോ? പായസമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ ഫുഡാണ്. ഭക്ഷണമൊക്കെ മേടിച്ചോ? പായസം മേടിച്ചോ? പായസം മേടിച്ചു. ആ, ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ലത. ആ, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഭക്ഷണമൊക്കെ ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നല്ലേ? പായസമൊക്കെ കുടിച്ചോ? കുടിച്ചു. മസാല